പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയറ്റുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോടും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, താങ്ങാനാകാത്ത പ്രതിസന്ധികളും ഭാരങ്ങളും ഒരുപക്ഷെ വഹിക്കുന്നവരായിരിക്കാം നമ്മെ. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. വളരെ പരിചിതമുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണെന്ന് വായിച്ചു കേട്ടത്. വിശുദ്ധ വേദപുസ്തകം നമ്മെ എല്ലായ്പ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നാം അനുഭവിക്കുന്ന സംഘർഷാവസ്ഥകളിൽ എല്ലായ്പ്പോഴും നമുക്ക് ആശ്വാസമേകാറുണ്ട്. ഇന്ന് ഈ തിരുവചനം, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പോലും വിവിധ ഭാരങ്ങളാൽ, വിവിധ സാഹചര്യങ്ങളിൽ നാം ഭാരം അനുഭവിക്കുന്നവരായിരിക്കാം. നാളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ അലട്ടുന്നവരായിരിക്കാം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏതു വലിയ ഭാരമാണ് നാം ചുമക്കുന്നത്, ആ ഭാരത്തെ ഭരമേൽപ്പിക്കുവാൻ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഒരു പക്ഷെങ്കിൽ നമ്മൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നൊരു ഭാരം നമുക്കുണ്ടാകാം. ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ളൊരു ഭാരമായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് താങ്ങാനാകാത്ത വേദനകളിൽ ആയിരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്, വളരെ സുലഭമായിട്ട് പ്രായഭേദമന്യേ അസുഖങ്ങൾ, രോഗങ്ങൾ ബാധിച്ചു വരുന്നൊരു സാഹചര്യം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കേട്ട് കേൾവി ഒന്നോ രണ്ടോ അവിടെ എവിടെയെങ്കിലും കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ ഈ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇന്ന് വളരെ സുലഭമായിട്ട് ഏതു പ്രായക്കാർക്കും, ചെറുപ്രായമാകട്ടെ മുതിർന്ന പ്രായമാകട്ടെ, എല്ലാ പ്രായത്തിലും ഒരുപോലെ, അല്ലെങ്കിൽ ഏതു സാഹചര്യത്തിൽ, ഏതു സമയത്തും പിടിവിട്ടുപോകുന്ന, അല്ലെങ്കിൽ കടന്നു വരുന്നൊരു രോഗമായി മാറിയിരിക്കുക അറ്റാക്ക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ ഭാരം ചുമന്നുകൊണ്ടാണ്, വലിയ ചിന്താകുലങ്ങളിലേക്ക് അകപ്പെട്ടു പോയി താങ്ങാനാകാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തേക്ക് കണ്ണോടിച്ചാൽ, എന്തിനേറെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭാരം തീർക്കാൻ, നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ, നമ്മുടെ ഭാരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് അല്പ ആശ്വാസവാക്കുകൾ ലഭിക്കാൻ പോലും ഒരു പക്ഷെങ്കിൽ സാഹചര്യമില്ലാത്തവരുണ്ട്. ആരോടും ഷെയർ ചെയ്യാതെ, ആരും നമ്മുടെ ഭാരം ചുമക്കാതെ, അല്ലെങ്കിൽ ആരോട് പറഞ്ഞാലും അല്പനേരം നമ്മുടെ ഭാരത്തെ ഒന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാതെ എല്ലാവരും ബിസി ഷെഡ്യൂളിനകത്തായിരിക്കുക ഒരു കാലഘട്ടമാണ്. ഇന്ന് ഈ തിരുവചനത്തിലൂടെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മിപ്പിച്ചുണർത്തുന്നു, നാം ചുമക്കുന്ന ഭാരം എത്ര വലിയതായിക്കോട്ടെ, നാം ചുമക്കുന്ന ഭാരം നമുക്ക് ഭാരമാണ് എന്ന് നാം തോന്നിക്കോട്ടെ, നമുക്ക് ഇറക്കി വെക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. വാക്യം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ ഭാരം
യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. നാളെക്കുറിച്ച് ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിനകത്ത് ആ ഭാരം ശൂന്യായിരിക്കാം നാം നിമിഷം പ്രതി ജീവിക്കുന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സ്നേഹിത, സഹോദര, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഭാരത്തെ ചുമക്കാൻ ഒരു പക്ഷെങ്കിൽ അപ്പനും അമ്മയും വന്നില്ലെന്ന് വരാം, സഹോദരങ്ങൾ കണ്ടില്ലെന്ന് വരാം, കുടുംബക്കാർ കണ്ടില്ലെന്ന് വരാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വന്നില്ലെന്ന് വരാം. എന്നാൽ നമ്മുടെ ഭാരത്തെ ഇറക്കി വെക്കാൻ കഴിയുന്നൊരു സന്നിധി അത് സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലാണ്. അതുകൊണ്ടാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ഭാരത്തെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്തിനാണ് സ്നേഹിത നാം ആ ഭാരം ചുമ്മി എന്നും വീർപ്പുമുട്ടി ജീവിക്കുന്നത്? ആ ഭാരത്തെ മുഴങ്കാൽ മടക്കി, കർത്താവേ എന്നെ ഒന്ന് കാണണമേ, എൻ്റെ അവസ്ഥയിലേക്ക് അങ്ങൊന്ന് ഇറങ്ങി വരണമേ, എനിക്ക് താങ്ങാനാകാത്ത ഭാരമാണ് ഞാൻ ചുമന്നതെന്നൊന്ന് പറയാൻ കഴിയുമെങ്കിൽ, പ്രിയ സ്നേഹിത, താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, താങ്കളുടെ അവസ്ഥയിൽ ഇറങ്ങി വരുവാൻ ആ ദൈവത്തിന് കഴിയും. വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. എങ്ങനെ? ഭാരത്തെ യഹോവയുടെ മേൽ വെച്ചാൽ, താങ്കളുടെ ഭാരത്തെ തമ്പുരാന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ വേദന മാറാൻ നമ്മുടെ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ ഒക്കെ ഷെയർ ചെയ്തു വരാം. അവരത് കേട്ട് അന്നേരം രണ്ട് ആശ്വാസ വാക്കുകളും പറഞ്ഞു പോയെന്ന് വരാം. എന്നാൽ എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത ആശ്വാസ വാക്ക് പറഞ്ഞു പോകുന്നവനല്ല, നമ്മെ ആശ്വസിപ്പിച്ച് അതിന് പ്രതിവിധി നടത്തി തരുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് താങ്കൾ അനുഭവിക്കുന്ന ഭാരത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. കർത്താവ് നമ്മെ താങ്ങുവാനിടയെ തീരും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.